റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഓട്ടോറിക്ഷയിൽ നമുക്ക് ഈ ഒരു JBLൻ്റെ സബ്വൂഫറും ഒരു 4 ചാനൽ ആംപ്ലിഫയറും അതിനകത്ത് 2 ഓവൽ സ്പീക്കറും പൈനറിൻ്റെ 2 ഓവൽ സ്പീക്കറും കയറ്റി ഒരു കുറഞ്ഞ രീതിയിലുള്ളൊരു USB അതായത് MP3 പ്ലെയർ USB MP3 പ്ലെയറും കയറ്റി അതിനകത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ JBL 12 ഇഞ്ച് സബ്വൂഫറിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തതാണ്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ WORLDTECHൻ്റെ 4 ചാനൽ ആംപ്ലിഫയറാണ്. 2500 വാട്ട്സാണ് ഈ ആംപ്ലിഫയർ വരുന്നത്. ഇതാണ് ആംപ്ലിഫയർ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓട്ടോറിക്ഷയിൽ എങ്ങനെ കേൾക്കും, ഈ 12 ഇഞ്ച് സബ്വൂഫറും JBL സബ്വൂഫർ വെച്ചിട്ട് കേൾക്കാൻ എങ്ങനെയുണ്ടാവുന്നു, ഫിറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം.
ഓട്ടോറിക്ഷയിൽ ഫിറ്റ് ചെയ്ത 12 ഇഞ്ച് JBLൻ്റെ സബ്വൂഫറും WORLDTECH എന്ന കമ്പനിയുടെ 4 ചാനൽ ആംപ്ലിഫയറും പൈനിയറിൻ്റെ ഓവൽ സ്പീക്കറും ഒരു കുറഞ്ഞ USB സെറ്റും ഇത് വെച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല സൗണ്ട് ക്വാളിറ്റി വരുന്നത്. ഇത് കേൾക്കാൻ നല്ല ഹെവി ബാസാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയോ ഉപകാരപ്രദമാകുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ.